JCJP, കോക്രോച്ച് ജനതാ പാർട്ടി. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എത്രമാത്രം ആൾക്കാർക്ക് ഇത് അറിയുമെന്ന് അറിയില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലായി വരുന്നുണ്ട്. കുറച്ച് മുന്നേ തുടങ്ങിയ പാർട്ടിയാണ്, പക്ഷെ അതിപ്പോഴാണെന്ന് എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ ട്രെൻഡായിട്ട് പോകുന്നത്. വളരെ ലേസിയും അൺഎംപ്ലോയിഡും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഒരു കളക്റ്റീവായിട്ട് വന്ന് ഗ്രൂപ്പാക്കിയ പാർട്ടിയാണ് CJP. സംഭവം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവർക്കെതിരെ, അവർ ചെയ്യുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെതിരെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ ഒരു സൗണ്ടുമായിട്ടാണ് CJP വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ആക്ച്വൽ ഗവൺമെന്റിനെതിരെ ഒരു വോയിസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അഭിജിത്ത് എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ ഫൗണ്ടർ. സംഭവം പുള്ളി തമാശയ്ക്ക് തുടങ്ങിയാണെങ്കിലും ഇപ്പൊ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പാർട്ടിയുടെ അക്കൗണ്ടിലുള്ളത്. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഒരു സെഷനിൽ അൺഎംപ്ലോയിഡും ലേസിയുടെ ആൾക്കാർ നമ്മുടെ രാജ്യത്ത് കൂടി വരുന്നുണ്ട്, ഒരുതരം ക്രോക്കോച്ചസിനെ പോലെ തുറന്നു കയറി മടിയന്മാരിയ്ക്കുക എന്നാണ് ഒരു പബ്ലിക് സെഷനിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. അതിനെതിരെയായിരുന്നു ഇതിന്റെ ആദ്യത്തെ മൂവ്മെന്റ്. മൗവ, മൊയ്ത്ര, കീർത്തി അസാദ് ഉള്ള MPസും ഇതിനെ പബ്ലിക്കലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ ഇതിനൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന കുറച്ച് മാനിഫെസ്റ്റോ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% വുമൺ റിസർവേഷൻസും, പിന്നെ അംബാനി, അദാനി പോലുള്ളവരുടെ കീഴിൽ വരുന്ന ന്യൂസ് ചാനൽസ് ഒക്കെ ക്യാൻസൽ ചെയ്യുന്നു. അഥവാ ഒരാൾ പൊളിറ്റിക്കൽ പാർട്ടി, ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടി ചേഞ്ച് നടത്തുകയാണെങ്കിൽ 20 years ബാൻ ഒക്കെയാണ് ഇവരുടെ മാനിഫെസ്റ്റോയിലുള്ളത്. അഭിജിത്ത് ആണ് പുള്ളിക്കാരൻ 20 to 2022 ആം ആദ്മി പാർട്ടിയുടെ സപ്പോർട്ടറായിരുന്നു. ഇനി ഇതിന്റെ ബാക്കിൽ വേറെ എന്താ പൊളിറ്റിക്സ് എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. അപ്പോൾ JCJP.